എന്തൊരു മീനമ്മ ഇത്? ഇത് വള്ളിക്കൊഴിയാളയെന്ന് പറയും. വള്ളിക്കൊഴിയാള. ഇതിന് തൊലി ഇളക്കുമല്ലേ? ഇതിന് തൊലി ഇളക്കും. ഈ തൊലി ഇളക്കുന്ന മീനൊക്കെ? ഇതിന്റെ തൊലി വിരിക്കുന്ന മീനൊക്കെ ചൂര, വങ്കട, ഇതിന്റെ ചെറിയ കൊഴിയാള, പിന്നെ കണ്ണനയര, അതിനൊക്കെ തൊലി. കണ്ണൻ കൊഴിയാളയുണ്ട്, അതൊക്കെ എടുക്കും. മറ്റേ ചെറുതിലൊന്നും എടുക്കൂലല്ലേ? ചെറിയ ചാളയിലൊക്കെ ചിലരെടുക്കും, ഞാൻ എടുക്കുകയൊന്നുമില്ല. അതൊക്കെ എടുത്തോണ്ടിരുന്ന മെനക്കേടാണ്. അപ്പൊ ഇന്ന് രാത്രി ഇത് കറി വെച്ച് കഴിക്കാം. മീൻ കട്ട് ചെയ്ത് തീർന്നേ. ഇത് കൂടെ കണ്ടിച്ചിട്ടിട്ട് അരയ്ക്കാം. കുറച്ച് തേങ്ങ മതി. മീനെ പുളിമുളകും വയ്ക്കാൻ മതി. തേങ്ങ കുറച്ചരച്ചിട്ട്. തേങ്ങ പാല് വരില്ല? അത് വേണ്ട. തേങ്ങ അത് പുളിമുളക് മാത്രം വയ്ക്കുന്നത്. തേങ്ങ ഇച്ചിരി അരച്ചിട്ട് വെക്കാം. ഇനി ഉള്ളിയും കൂടെ അരിക്കട്ടെ. തേങ്ങ, ഉള്ളി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. മുളക് പൊടി ഇത്തിരി കൂടെ വേണം. ഇനി കുറച്ച് പുളിയും കൂടെ ഇടണം. അരച്ചെടുക്കാം. പുളി ഇത്രയേ ഉള്ളു. ഇത് അരച്ചെടുക്കാം. അരച്ചെടുത്ത് നമുക്ക് ചട്ടിയിലോട്ട് ഒഴിച്ചേ ഇളക്കി അടുപ്പിലോട്ട് വയ്ക്കാം. ഉപ്പിടട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഇനി ഞാൻ തിളച്ച് നോക്കാം ഉപ്പുണ്ടായില്ലെങ്കിൽ ഇച്ചിരി ഉലുവാപ്പൊടി വയ്ക്കുമല്ലോ. ഉലുവാപ്പൊടി ഇച്ചിരി കൂടിയെന്ന് തോന്നുന്നു. ആയിപ്പോ വരും. എനിക്ക് വെട്ടിച്ചു കൊടുക്കാം. തിളച്ചേ നമുക്ക് മീനിടാം. മീനിട്ട് നമുക്ക് അതിനകത്തൊരു തുള്ളി എണ്ണയും കൂടെ ഒഴിച്ച് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കറി വാങ്ങാം. കറി റെഡിയായി. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.